യുവരാജ് ഗോകുൽ, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയും നാഷണൽ ലീഗിന്റെ പ്രതിനിധിയും പറയുന്നത് നമ്മൾ കേട്ടു. ഈ എപ്പോഴാണ് പ്രതിപക്ഷത്തെ പ്രതിപക്ഷമായി സർക്കാർ അംഗീകരിച്ചത് എന്ന ചോദ്യമാണ് ഹാഷിം വരിയിൽ ഉന്നയിക്കുന്നത്. രജനീഷ് ഉണ്ണിത്താൻ പറയുന്നത് അവിടെ വലിയ തോതിൽ വലിയ വേട്ട വിദ്യാർത്ഥികൾക്കെതിരെ നടന്നു. അതിൽ ഒരു മറുപടിയാണ് കോൺഗ്രസിന്റെ അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരുന്നത് എന്ന്. ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ ഗോൾ പോസ്റ്റ് മാറ്റുന്ന ഒരു പ്രതിഭാസമായി മാറുകയാണോ യുവരാജ്? അല്ല, അങ്ങനെ ഒരു പ്രതിഭാസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്കാർക്കും അറിയില്ലല്ലോ. അങ്ങനെ ഒരു പ്രതിപക്ഷം ഇല്ലാതിരുന്നത് കൊണ്ടാണല്ലോ മറ്റു പലരെയും, അല്ലെങ്കിൽ ആ പ്രതിപക്ഷത്തിന് പൊതുജനങ്ങളുടെ മുമ്പിൽ ക്രെഡിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവർക്ക് മറ്റു പലരെയും ആശ്രയിക്കേണ്ടി വരുന്നതും പല പ്രോക്സികളുടെ പുറകിൽ നിന്നുകൊണ്ടും ഇത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും എനിക്ക് ഒരു കാര്യത്തിനകത്ത് സന്തോഷമുണ്ട്. ഇപ്പോഴും ആ നോട്ട് നിരോധനം നമ്മുടെ ഇന്ത്യൻ നാഷണൽ ലീഗിനെയും മുസ്ലിം ലീഗിനെയൊക്കെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് എന്നറിയുന്നതിനകത്ത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം ഇടത് പ്രതിനിധി പറയുന്നുണ്ടായിരുന്നു, എന്താണ് നോട്ട് നിരോധനം അമ്പേ പരാജയപ്പെട്ടു പോയി, ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ തകർത്തു എന്നൊക്കെയാണ് അങ്ങ് പറയുന്നത്. എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നതെന്ന് കൂടി അറിഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് ഫ്രജൈൽ 5 എന്ന് പറയുന്ന, അതായത് ലോകത്തിലെ ഏറ്റവും ഫ്രജൈൽ 5 ആയിട്ടുള്ള ഏറ്റവും മോശം പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്ന 5 എക്കോണമികളിൽ ഒന്നായിരുന്നു ഇന്ത്യ എന്നുണ്ടെങ്കിൽ, ഇന്ന് ലോകബാങ്ക് തന്നെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ഇക്കോണമിയാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ നോട്ട് നിരോധനം അമ്പേ പരാജയപ്പെട്ടു പോയതാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ സാമ്പത്തികമായിട്ട് തകരണം. നിങ്ങളെല്ലാവരും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കാലഘട്ടത്തിൽ. എന്താണ് നോട്ട് നിരോധനം കാരണം ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തകരും, ഇന്ത്യ തകർന്നു, ഇനി ഇന്ത്യക്ക് ഉയർന്നു വരാൻ സാധിക്കില്ല, നോട്ട് നിരോധനം നടപ്പിലാക്കിയ രാജ്യങ്ങൾ മുഴുവൻ നശിച്ചുപോയ ചരിത്രമേ ഉള്ളൂ. ഇന്ന് നോട്ട് നിരോധനം കഴിഞ്ഞ് 7-8 വർഷങ്ങൾ കഴിയുന്ന സമയത്ത്, നമ്മളിന്ന് സംസാരിക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയാണ്. ഏറ്റവും ബെസ്റ്റായിട്ട് ഇൻഫ്ലേഷനെ പിടിച്ചു കെട്ടിയിരിക്കുന്ന എക്കോണമി എന്ന് പറയുന്നതും രാജ്യമെന്ന് പറയുന്നതും നമ്മുടെ ഭാരതമാണ്. അതുകൊണ്ട് വെറുതെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, ആ പറയുന്നതിനകത്ത് ഫാക്ച്വലായിട്ടുള്ള ബേസ് ഉണ്ടാകണം. ആ ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചീട്ടുകൊട്ടാരം പോലെ ഇത്തരം വാദങ്ങൾ പൊളിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നതോടെ അങ്ങനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ രജിൻ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, അവിടെ വലിയ തരത്തിലുള്ള അക്രമങ്ങളും വലിയ തരത്തിലുള്ള പോരാട്ടങ്ങളും ഒക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്, വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നോക്കൂ, 36 ദിവസം അവിടെ സമരം നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 36 ദിവസം. ഈ 36 ദിവസത്തിൽ 36 ദിവസവും അവിടെ പ്രശ്നം നടക്കുകയായിരുന്നോ? ഒന്നാമത്തെ ദിവസം മുതൽ, രണ്ടാമത്തെ ദിവസം മുതൽ, മൂന്നാമത്തെ ദിവസം മുതൽ സമാധാനപരമായി സമരം ചെയ്യുന്ന ആൾക്കാരുടെ മേലേക്ക് പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണവുമായിട്ട് പോവുകയായിരുന്നോ? അല്ലല്ലോ. ആകെ ഒരു ദിവസമാണ് അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ജൂലൈ 20-ാം തീയതി എന്ന് പറയുന്ന ഒരൊറ്റ ദിവസമാണ് അവിടെ പ്രശ്നമുണ്ടാകും. ജൂലൈ 20-ാം തീയതിക്ക് ശേഷവും അവിടെ പ്രക്ഷോഭങ്ങൾ നടന്നു, അല്ലെങ്കിൽ സമരങ്ങൾ നടന്നു. ജൂലൈ 20-ന് മുൻപും അവിടെ സമരം നടന്നു. ഇന്നൊന്നും സംഭവിക്കാത്ത കാര്യം ജൂലൈ 20-ന് മാത്രം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. അന്ന് പാർലമെൻറ്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടു. ആ മാർച്ചിനകത്തേക്ക് മോശപ്പെട്ട എലമെൻറ്റ്സ്, വളരെ തെറ്റായിട്ടുള്ള ആൾക്കാർ കടന്നുകൂടിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞത് CJPയുടെ നേതാക്കൾ തന്നെയാണ് പറഞ്ഞത്, മറ്റാരും അല്ല പറഞ്ഞത്. CJPയുടെ നേതാക്കൾ തന്നെയാണ് പറഞ്ഞത്. എന്താണ്? മിസ്ക്രിയൻ്റ് എലമെൻറ്റ്സ് ഇതിൻ്റെ അകത്തേക്ക് കടന്നുകൂടിയിട്ടുണ്ടാകാം, അവരായിരിക്കും ഇതിനകത്തുനിന്ന് ആക്രമണം അഴിച്ചു വിട്ടത് എന്നാണ് CJPയുടെ നേതാക്കൾ തന്നെ പറഞ്ഞത്. അപ്പോൾ അവർക്ക് പോലും അവിടെ ഈ പറയുന്ന പ്രക്ഷോഭകരുടെ ഭാഗത്ത് നിന്നിട്ട് ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യത്തിനകത്ത് എതിരഭിപ്രായമില്ല. പിന്നെ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നിന്ന കോൺഗ്രസിനകത്ത് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനെന്ന് പറഞ്ഞിട്ടാണ് MP-മാരെ പോലും വിളിച്ചു വരുത്തിയതെന്നാണ് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത്, അല്ലേ? കാരണം സമരത്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MP-മാരെല്ലാവരും കൂടെ ഏതോ വഴിക്ക് മുങ്ങിയാലോ എന്ന് പേടിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വാ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ സമരത്തിനകത്ത് നേരിട്ട് പങ്കെടുത്ത ആൾക്കാർക്ക് എതിരഭിപ്രായം ഇല്ല, അതിനകത്തേക്ക് ചില തെറ്റായ ആൾക്കാർ കടന്നുകൂടിയിട്ടുണ്ടാകുമെന്നും അവരതിനകത്ത് ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് സമരത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളവർക്ക് എതിരഭിപ്രായം ഇല്ല. പക്ഷേ കരയ്ക്കിരുന്ന് കളി കണ്ടുകൊണ്ടിരുന്ന കോൺഗ്രസ്സുകാർ പറയുകയാണ് എന്തൊക്കെയോ അവിടെ സംഭവിച്ചു എന്നുള്ള കാര്യം. 15-20 പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ. രജൻ അറിയോ അതിനെക്കുറിച്ചിട്ട്? 15-20 പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്തു. 60ഓളം പോലീസുകാർ ആശുപത്രികളിൽ വല്ലാത്ത രീതിയിൽ മുറിവേൽക്കപ്പെട്ട് ആശുപത്രികളിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
ഒരു പെട്രോൾ പമ്പ് പോയി അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ വളരെ വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ഒരു പിസ്സ ഡെലിവറി ബോയ് പിസ്സ കൊണ്ടുവരാവുന്ന സമയത്ത് അയാളെ പിടിച്ചു നിർത്തിയിട്ട് കുറേ ആൾക്കാർ അത് മുഴുവനും ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ട് പോകണം. ആ പയ്യൻ, ആ ചെറുപ്പക്കാരനാണ്, ഇവരെ പോലെ ജൻസിയിൽപ്പെടുന്ന ഒരു പയ്യനാണത്. വളരെ വിഷമിച്ച് തിരിച്ച് ആ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെല്ലാവരും വളരെ നല്ല ആൾക്കാരായിരുന്നു എന്നാണോ പറയുന്നത്? അല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രക്ഷോഭത്തിനകത്ത് അല്ലെങ്കിൽ ആ സമരത്തിനകത്ത് കടന്നു കയറുകയും അതിനകത്ത് അക്രമം അഴിച്ചുവിടുകയും ചെയ്ത ഒരു വലിയ വിഭാഗം അവിടെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വിഭാഗത്തിനെതിരായിട്ട് നടപടികളുണ്ടാവും. പിന്നെ ഒരു സമരത്തിനിടയിൽ നമ്മളെല്ലാവരും പൊതുപ്രവർത്തകരല്ലേ, ഒരു സമരത്തിനിടയിൽ ഒരു ഭാഗത്തുനിന്ന് അടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിക്കുന്നത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ്. ഇവരെന്താണ്, ഇത് പോലീസുകാരെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനമാണെന്നുള്ള കാര്യം ഈ സമരം ചെയ്യുന്നവർ ഓർക്കാറില്ല. ഈ സമരക്കാരെ കാണുന്ന സമയത്ത് ഇയാൾ നന്നായി സമരം ചെയ്യുന്ന ആളാണോ മോശമായി സമരം ചെയ്യുന്ന ആളാണോ എന്നുള്ള കാര്യം പോലീസുകാർ നോക്കാറില്ല. സ്വാഭാവികമാണ്. അതിപ്പോൾ ഡൽഹി പോലീസ്, ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനത്തെ പോലീസ് മാത്രമല്ല, കേരള സംസ്ഥാനത്തിലെ പോലീസും തമിഴ്നാട് സംസ്ഥാനത്തിലെ പോലീസും കർണാടക സംസ്ഥാനത്തിലെ പോലീസും പഞ്ചാബ് സംസ്ഥാനത്തിലെ പോലീസും ഒക്കെ ഇങ്ങനെ തന്നെയാണ് പെരുമാറിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ പാർലമെൻറ്റിനകത്ത് ബഹളം ഉണ്ടാക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ഈ പറയുന്ന സമരത്തിനിടയിൽ, അക്രമം നടക്കുന്നതിനിടയിൽ ഒരു സംഘർഷം ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിലാണല്ലോ നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങളിത് പഞ്ചാബിൽ ചോദിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പഞ്ചാബിനകത്ത് ഇതേപോലെ സമരം നടത്തിയിരിക്കുന്ന ആൾക്കാർക്കെതിരായിട്ട് എത്ര രൂക്ഷമായിട്ടാണ് അവരെ ചതച്ചിരിക്കുന്നത് പഞ്ചാബ് പോലീസ്. അവിടെ ആം ആദ്മി പാർട്ടിയല്ലേ ഭരിക്കുന്നത്. എത്ര രൂക്ഷമായിട്ടാണ് അവിടെ പോലീസ് നടപടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഒരു നയവും ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരു നയവും ആകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനാവശ്യമായിട്ട് പാർലമെന്റിൽ പോയിട്ട് ഈ ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി നിങ്ങളുടെയൊക്കെ വിഷയം എന്താണ്? ആത്യന്തികമായ വിഷയം എന്താണ്? ഇവിടുത്തെ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത് പരിഹരിക്കപ്പെടണം. ഇന്ത്യ മഹാരാജ്യം ഉണ്ടായ കാലത്തോ അല്ലെങ്കിൽ അതിനു മുമ്പ് മുതലോ ഇവിടെ നടക്കുന്ന പരീക്ഷകളിൽ എല്ലാത്തിലും ഈ തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ പാപഭാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഭരിച്ച ഒരു സർക്കാരിനും സാധ്യമല്ല. കാരണം ഇവിടുത്തെ ചോദ്യപേപ്പർ ലീക്ക് ചെയ്യുന്ന ആ ഒരു ലോബി എന്ന് പറയുന്നത് അത്രയും ശക്തമാണ്. അത് ശതകോടികളുടെ ഇടപാടാണ് ഓരോ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്നത്. അപ്പോൾ ആ നെറ്റ്വർക്ക് അത്രയും സ്ട്രോങ് ആണ്. ആ നെറ്റ്വർക്ക് എങ്ങനെ പോയാലും ഇതിനകത്ത് ലൂപ്പ് ഹോളുകൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് വിവിധ കാലഘട്ടങ്ങളിലുള്ള സർക്കാർ ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള നേതാക്കൾ പോലും രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് റാലി അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എണ്ണി പറയുന്നുണ്ട്, ശരിയാണ്, ഞങ്ങളുടെ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ചോദ്യപേപ്പർ ലീക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി, ഞങ്ങളത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ അത് എത്ര പെട്ടെന്ന് സാധ്യമാകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ശ്രീമതി പ്രിയങ്ക ഗാന്ധി തന്നെ നിന്ന് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് പലപ്പോഴും വളരെ ലഘൂകരിച്ചിട്ടുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ടും ആ നിയമങ്ങളുടെ ലൂപ്പ് ഹോളുകൾ പിടിച്ചവർക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയൊരു ബില്ല് കൊണ്ടുവരേണ്ടി വരുന്ന സാഹചര്യം ഉള്ളത്? കാരണം ഒരു പരീക്ഷാ പേപ്പർ ചോർച്ച ഉണ്ടാകുന്നു, ഈ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് കേസ് ഉണ്ടാകുന്നു. ഈ കേസ് ഒരു സാധാരണ കോടതിയിൽ കിടക്കുന്ന സമയത്ത് ഇത് അനന്തകാലം നീണ്ടുപോവാണ്. നമുക്കറിയാമല്ലോ ഈ നാട്ടിലെ സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും 5 വർഷം 10 വർഷം ഇവരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങുന്നു, വീണ്ടും പോകുന്നു, അവസാനം ഇത് പിടിക്കപ്പെടുന്ന സമയത്ത് 1-2 വർഷത്തെ ചെറിയ ശിക്ഷകളും വാങ്ങിക്കൊണ്ട് ഇവർ അതുവഴി പോകുന്നു. ഇത് വീണ്ടും ഹയർ കോർട്ടുകളിൽ പോകുന്നു, ഹൈക്കോടതിയിൽ പോകുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10, 20, 25 വർഷം കഴിയുമ്പോഴേക്കും ഇവർക്ക് ആകെ എല്ലാം കൂടെ ഒരു വർഷത്തെ ശിക്ഷയായിരിക്കും ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത് പറ്റില്ല. 10 വർഷത്തെ തടവും 10 കോടി രൂപ പിഴയും എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് ആ നിയമത്തിനെ കൊണ്ടുവരുന്ന സമയത്ത് മാത്രമാണ് പിടിക്കപ്പെട്ടാൽ എന്നുള്ളതിനെ ഓർത്തിട്ടുള്ളൊരു ഭയം ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുക. അത് അനന്തകാലം 25 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ശിക്ഷ ഓർത്തിട്ടല്ല, പകരം ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലാക്കിയിട്ട് ഇത് 1 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കണം. കാരണം ഇവർ പലരും ഈ അധ്യാപകരാണ്, ഇവർ പലരും ഇത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ, പല സ്കൂളുകളുടെയും പ്രിൻസിപ്പൽമാരും മറ്റും അത്തരത്തിലുള്ള പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണ്. ഇവർ ഇതിനോടകം 50-60 വയസ്സ് പ്രായപരിധിയിലുള്ള ആൾക്കാരായിരിക്കും ഈ പറയുന്ന ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുന്ന ആൾക്കാർ. ഇവർ 25 വർഷം ട്രയൽ ഫേസ് ചെയ്തിട്ട് ശിക്ഷ വിധിക്കാൻ പോകുന്ന സമയത്ത് ഇവർ പലരും തന്നെ ജീവനോടെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന കാശും വാങ്ങി അടുത്ത തലമുറയ്ക്കും കൊടുത്തിട്ട് തങ്ങളുടെ കാലഘട്ടം കഴിയുമ്പോഴേക്കും അങ്ങ് പോകുകയെന്ന് പറയുന്നതാണ്. അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ നിയമനിർമ്മാണം പാർലമെൻറ്റിനകത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിനെ പരിഹരിക്കണം എന്നുള്ളതാണ് യഥാർത്ഥ ആവശ്യം
ആവശ്യമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് പ്രതിപക്ഷത്തിന് വാല്യൂ ഉണ്ടാകുന്നത്. പ്രതിപക്ഷം എന്ന് പറയുന്നത് കേൾക്കേണ്ടുന്ന ശബ്ദമാണ് എന്നുള്ള ഒരു വികാരം ഭരിക്കുന്നവർക്കും ഉണ്ടാകുന്നത്, പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ വലിയ വായിൽ പറയുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ അവർ വന്ന് മുട്ടുകുത്തിച്ചു. നോക്കൂ, വഴിയെ പോയി അവർക്ക് മുട്ടുകുത്തിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ കൊടികെട്ടിയ പാർട്ടികളായിട്ടുള്ള നിങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണ് പബ്ലിക്കിൻ്റെ മുമ്പിലുള്ളത്? നിങ്ങൾ പറയുന്നതിനകത്ത് പൊതുജനങ്ങൾ യാതൊരു വിലയും തരുന്നില്ല എന്ന് നിങ്ങൾ മഹാ ഉഡായിപ്പാണെന്നാണ് പൊതുജനങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയാത്തത്. ഞാനും കരടി അമ്മാവനും കൂടെ പുലിയെ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫയൽ ജയിച്ചേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് കൺസ്ട്രക്റ്റീവായിട്ട് പാർലമെൻറ്റിനകത്ത് ഇടപെടുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഹൂളിഗാനിസം അതിൻ്റെ അകത്ത് കാണിക്കുക എന്നുള്ളതല്ല.